സിന്ദൂരരേഖ ഭാഗം 19. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടാക്കുകയാണ്. അമ്മാളു അതിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി. ആഹാ, മാർക്കറ്റിലുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നിൽ നിന്ന് അമ്മാളു അങ്ങനെ ചോദിച്ചപ്പോഴാണ് അമ്മ അവൾ വന്നിരിക്കുന്നത് കണ്ടത്. ഓ, അതിന് മാത്രമൊന്നുമില്ല. നിങ്ങൾ നാളെ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്? രാവിലെ വിളിച്ച് ഇന്ന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അമ്മ പറഞ്ഞതും അവൾ അമ്മയെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് വെറുതെ അങ്ങ് തലയാട്ടി കൊടുത്തു. അവൾ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അമ്മേ? ഒന്നോ രണ്ടോ കറി വല്ലതും ഉണ്ടാക്കിയാൽ പോരെ? ഇതൊരുമാതിരി സദ്യക്കുള്ള കറികൾ പോലെ. അമ്മാളും അത് കണ്ട് അതത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് സംസാരിച്ചത്. കാരണം വീട്ടിലെ അവസ്ഥകളൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിലവുകളും ഒക്കെ. അമ്മാളു അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്നതും അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. അത് കേട്ടതും അമ്മാളും അമ്മയെ എന്താണെന്ന രീതിയിൽ സംശയത്തോടെ ഒന്ന് നോക്കി. നിനക്കവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, ഇപ്പോഴെങ്കിലും അതൊന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. അമ്മാളു അമ്മയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മാളു, തമാശ മാറ്റി കാര്യം പറയ്. നിനക്കവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ അമ്മയുടെ ശബ്ദത്തിൽ ഏതൊരമ്മമാരുടെ ശബ്ദത്തിലും നിറഞ്ഞു നിൽക്കുന്നത് പോലുള്ള ആകുലതയായിരുന്നു. അത് അവൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്തിരുന്നു. ഉണ്ട്, എനിക്ക് നല്ല കുഴപ്പമുണ്ട്. കപട ഗൗരവത്തോടെ അമ്മാളു അങ്ങനെ പറഞ്ഞതും അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന ആകുലത ഒന്നുകൂടി കൂടി. അവർ അതേ ആകുലതയോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ സംസാരിക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലാണ് കിടക്കുന്നത്. പിന്നെ അങ്ങേർക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഗൗരവത്തോടെ അമ്മാള് പറഞ്ഞതും അമ്മ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അസത്ത്, വാ എടുത്താൽ വേണ്ടാതീനം മാത്രമേ പറയുള്ളൂ. അമ്മ അവളുടെ തുടയിലൊന്ന് നുള്ളിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മ അങ്ങനെ പറയുന്നത് കേട്ടതും അമ്മാളു അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ചോദിച്ചപ്പോൾ ഒരു സത്യം പറഞ്ഞാലും പ്രശ്നം, ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രശ്നം. അമ്മാളു അമ്മയെ നോക്കി പിറുപിറുത്തോണ്ടിരുന്നു. അമ്മ അപ്പോഴും എന്തൊക്കെയോ ഒതുക്കി അടക്കിയൊക്കെ വെക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചത്. അവിടെ വീടൊക്കെ നിനക്ക് ഇഷ്ടമായോ? അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ്. അമ്മ ചോദിച്ചതും അമ്മാളും ഇല്ലെന്ന രീതിയിൽ വെറുതെ അങ്ങ് ചുമല് കൂച്ചി കാണിച്ചു. രാത്രി ആയപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷവും അച്ഛനും മനുവും കൂടി ഇരുന്ന് ക്രിക്കറ്റ് കാണുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയതാണ് രണ്ടുപേരും കൂടി. അതെന്തായാലും ഇന്നൊന്നും നിർത്തിപ്പോകാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി അമ്മ നേരത്തെ കിടന്നു. അപ്പു പിന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങിക്കളഞ്ഞു. അമ്മയും കൂടി പോയി കിടന്നതും അച്ഛനോടും മനുവിനോടും എന്ന പോലെ പറഞ്ഞ് അവളും മുറിയിലേക്ക് പോയിരുന്നു. കട്ടിലിലേക്ക് കിടന്നപ്പോൾ അവളുടെ ഉള്ളിലേക്ക് ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ കടന്നു വന്നു. ഉത്തരവില്ലാത്തൊരു പിടി ചോദ്യങ്ങളും. അതിലേറ്റവും കൂടുതൽ അവളെ ചിന്തിപ്പിച്ചത് തൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് എന്താണ് എന്ന ചോദ്യമായിരുന്നു. അതിന് മാത്രം യാതൊരു ഉത്തരവും ഇല്ലാത്തതുപോലെ അവൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തങ്ങനെ കിടന്നു. ഒടുവിൽ എപ്പോഴോ അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. എപ്പോഴാണെന്നറിയാതെ അവളുടെ കണ്ണുകളെ ഉറക്കം തേടിയെത്തി. പിറ്റേ ദിവസം പതിവ് പോലെ അമ്മാളു എഴുന്നേറ്റു. നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ അവൾ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. കട്ടിലിൽ ഒന്ന് എഴുന്നേറ്റിരുന്നതിന് ശേഷം അമ്മാളു ഒന്ന് പ്രാർത്ഥിച്ചു. തനിക്ക് അരികിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കി. നീളമുള്ള മുടി അവനെടുത്ത് ഉയർത്തി കെട്ടിവെച്ചിട്ടുണ്ട്. എങ്കിലും കെട്ടിവെച്ചിരിക്കുന്ന മുടിയിൽ നിന്ന് കുറച്ചു മുടിയൊക്കെ ഊർന്ന് കട്ടിലും മുഖത്തുമൊക്കെ ആയിട്ട് പരന്നു കിടക്കുന്നുണ്ട്. ഇയാളെന്താ പെണ്ണാണോ മുടിയൊക്കെ നീട്ടി വളർത്താൻ? അമ്മാളു അവനെ നോക്കി ഒരുതരം പുച്ഛത്തോടെ ഓർത്തു. എങ്കിലും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അവനെ തന്നെ നോക്കിയിരുന്നപ്പോൾ അവളുടെ ഉള്ളിൽ അവനെക്കുറിച്ച് മാത്രമുള്ള ഒരു പിടി ആലോചനകൾ നിറഞ്ഞു നിന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നി. അവൻ്റെ മുടിയിലൊന്ന് തൊട്ടു നോക്കാൻ. തൻ്റെ മുടി കാണണം, ചകിരി പോലെ ഇരിക്കുവാണ്. പക്ഷേ അവൻ്റെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് നല്ല സിൽക്ക് പോലെ കിടക്കുവാണ്. അവൾക്ക് അതിലൊന്ന് തൊട്ടു നോക്കണമെന്ന് തോന്നി. നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും ഒരു നിമിഷം അവൾ അവൻ്റെ മുടിയിലൊന്ന് തൊട്ടു നോക്കാം എന്ന് തന്നെ മനസ്സിൽ കരുതി. പതിയെ അവൾ അവൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന മുടിയിൽ നിന്നും അഴിഞ്ഞു വീണ് കിടക്കുന്ന മുടികളിൽ ഒന്ന് തലോടി. എന്തോ സിൽക്കിൽ തൊടും പോലെയാണ് അവൾക്ക് അന്നേരം തോന്നിയത്. അത്രയ്ക്കും മിനുസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അവൻ്റെ മുടിയിരിക്കുന്നത്. ഒറിജിനൽ മുടിയൊന്നും ആവില്ല, വല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത മുടിയായിരിക്കും. അവൾ സ്വയം മനസ്സിൽ ചിന്തിച്ചു. അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പിന്നീട് അധികം സമയം അവിടെ ഇരിക്കാതെ നേരെ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ കയറി. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അച്ഛൻ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മോൻ എഴുന്നേറ്റില്ലേ? ഇല്ല, ഉറക്ക എന്ന് മറുപടി കൊടുത്തുകൊണ്ട് വേഗം തന്നെ അടുക്കളയിൽ അമ്മയുടെ അടുത്തേക്ക് പോയി. എല്ലാ ദിവസം അമ്മയുടെ വായിലിരിക്കുന്നത് വാങ്ങുന്നൊരു ശീലമുണ്ടേ, അതിനുവേണ്ടിയാണ്. ഗുഡ് മോർണിംഗ് മാതാജി. എന്താണ് ഇന്നും മരുമകന് വേണ്ടി നോൺ വെജ് സദ്യ വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ?
അവൾ അമ്മയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് അമ്മ കയ്യിലിരുന്നിരുന്ന കയ്യിലൊന്ന് ഉയർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. ഹിഹി, വെറുതെ. അവൾ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്നു. മനു എഴുന്നേറ്റോ? ഇല്ല, ഉറക്ക. എല്ലാവർക്കും അയാളെക്കുറിച്ച് ചിന്തിക്കാനാണല്ലോ തിടുക്കം. അവൾ അന്നേരം മനസ്സിൽ ചിന്തിച്ചു. ഇന്ന് നിന്റെ ഇഷ്ടവിഭവ. അമ്മ ചെറിയൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞതും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖമൊന്ന് വിടർന്നു. നൂലപ്പം? ആകാംക്ഷയോടെ അവൾ അമ്മയെ നോക്കി ചോദിച്ചു. അവളുടെ മുഖം പോലും വിടർന്നു പോയിരുന്നു. അവളുടെ ചോദ്യം കേട്ടതും അമ്മ വളരെ സന്തോഷത്തോടെ തന്നെ തലയാട്ടി. അതിൽ അവളുടെ മുഖം ഒന്ന് വിടർന്നു വന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവളുടെ മുഖം മങ്ങിപ്പോയിരുന്നു. അമ്മയ്ക്ക് കൈ വയ്യാത്തതല്ലേ? എന്നിട്ടും എന്തിനാ വെറുതെ അതുണ്ടാക്കാൻ നിന്നത്? അല്ലെങ്കിൽ എന്നെ വന്ന് വിളിക്കായിരുന്നില്ലേ? അതിന് ഞാനല്ല, അച്ഛനാ ഉണ്ടാക്കി തന്നത്. ഞാൻ അടുപ്പിലേക്ക് എടുത്ത് വെച്ച് വേവിച്ചെടുത്തു എന്ന് മാത്രം. അമ്മ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. അമ്മയ്ക്ക് കയ്യിലെ എല്ല് ഡിസ്ലൊക്കേറ്റ് ആയി പോകുന്ന അസുഖമുണ്ട്. കൈകൊണ്ട് എന്തെങ്കിലും ഭാരം കൂടിയത് ചെയ്യുമ്പോൾ അത് വരും. അതുകൊണ്ട് കൈ ഉപയോഗിച്ച് കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാറില്ല. അതാണ് നൂലപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മാളു അമ്മയെ ശകാരിച്ചത്. കുറച്ചു നേരം അമ്മാളു അമ്മയുടെ കൂടെ അടുക്കളയിൽ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരുന്നു. അല്ലെങ്കിലും അമ്മയും മകളും കൂടി ചേരുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സമയം കൊണ്ട് രണ്ടുപേരും ചേർന്ന് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്തു തീർത്തു. നീ പോയി മനുവിനെ വിളിച്ചിട്ട് വാ. അമ്മ പറഞ്ഞതും അമ്മാളു മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ മനു ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി കെട്ടുകയാണ്. ഓ, പെണ്ണുങ്ങളെക്കാൾ വലിയ ഒരുക്കമാണല്ലോ ഇയാൾക്ക്. പെണ്ണുങ്ങൾ പോലും ഇത്ര ഒരുങ്ങില്ലെന്ന് തോന്നുന്നു. അമ്മാളു മനസ്സിൽ ചിന്തിച്ചു. അവൻ മുടി കെട്ടിവെക്കുന്നത് അമ്മാളു നോക്കി നിന്നു. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു അവൻ ആ മുടി ഹാൻഡിൽ ചെയ്തത്. നിമിഷ നേരം കൊണ്ട് അത് കിട്ടിയും കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അമ്മാളു അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടത്. അവൻ പെട്ടെന്നങ്ങനെ തിരിഞ്ഞവളെ നോക്കി താൻ അവനെ നോക്കുന്നത് കണ്ടുവെന്നായപ്പോൾ അവൾക്കൊരു ചമ്മല് തോന്നി. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് തീർത്തും ഗൗരവത്തിൽ അവൾ അവനോട് പറഞ്ഞു. അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. യാ, ഐ എം കമ്മിങ്. അവൻ പറഞ്ഞതും പിന്നീടൊരു സംസാരത്തിന് കാത്തു നിൽക്കാതെ അമ്മാളു നേരെ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അവളുടെ പിന്നിലായി തന്നെ അവനും ഉണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും അപ്പുവിനെയും ഒക്കെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മനു കസേര വലിച്ച് അതിലേക്കിരുന്നു. ഇന്ന് എഴുന്നേക്കാൻ വൈകിപ്പോയില്ലേ? അച്ഛൻ അവനോട് ചോദിച്ചതും മനു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മനു ഇന്ന് രാത്രി ജയ്പൂരിലേക്ക് പോകുന്ന കാര്യം അവരോട് തുറന്നു പറഞ്ഞത്. ഞാനിന്ന് വൈകിട്ട് ജയ്പൂർ വരെ പോവാണ്. ഒരാഴ്ച കഴിഞ്ഞ് വരും. ആ, ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞപ്പോൾ മനു ഒന്ന് പുഞ്ചിരിച്ചു. ഇയാളിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയല്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ ഇപ്പോൾ ഈയൊരു ചോദ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയതുപോലെ മനു പറഞ്ഞതും അതിനും അവർ തലയാട്ടി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇറങ്ങൂ? അമ്മയാണത് ചോദിച്ചത്. അവൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അമ്മാളു അവൻ്റെ ഉത്തരത്തിനെന്ന പോലെ അവനെയാണ് അന്നേരം നോക്കിയത്. ഇല്ല, വേഗം തന്നെ ഇറങ്ങണം എനിക്ക്. ഞാൻ പാക്കിംഗ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മനു പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അത് സമ്മതിച്ചു കൊടുത്തുവെങ്കിലും അവരുടെ മുഖം ഒന്ന് വാടി. ഞാൻ അവിടെ നിന്ന് തിരികെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കാം എന്നവനവർക്ക് വാക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖം പതിയെ ഒന്ന് വിടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മനു ഇറങ്ങാനായിട്ടുള്ള തിടുക്കം കൂട്ടി. മോനെ, പിന്നെ രണ്ടാം വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അലമാര കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞ് അതിൻ്റെ പിറകെ തന്നെ ഞാൻ വണ്ടിയിൽ ഇത് കൊടുത്തു വിട്ടേക്കാം. പോകാൻ ഇറങ്ങാൻ നേരമായിരുന്നു അച്ഛനത് അവരോട് പറഞ്ഞത്. അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മനു ഓർത്തത്. അമ്മ അവനോടത് പറഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെ കാര്യം അവൻ മറന്നേ പോയിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അത് വീണ്ടും ഓർക്കുന്നത്. എങ്കിലും ഇങ്ങനെയൊരു ചടങ്ങിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ ചെയ്യട്ടെ എന്ന് കരുതിയാണ് മനു അതിനെ തലയാട്ടി സമ്മതിച്ചത്. രണ്ടുപേരും പോകാനിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അച്ഛൻ വണ്ടിയിൽ അലമാരയും കയറ്റി വിട്ടിരുന്നത്. എങ്ങനത്തെ അലമാരയാണെന്നോ മറ്റോ ഒന്നും മനുവോ അമ്മാളുവോ കണ്ടിട്ടില്ലായിരുന്നു. മനുവിന് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വേഗതയിൽ തന്നെയായിരുന്നു കാർ ഓടിച്ചത്. അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്തിലും മുൻപെത്താനും കഴിഞ്ഞിരുന്നു. അവരവിടെ എത്തി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അലമാരയായിട്ടുള്ള വണ്ടി അവിടെ എത്തിയത്. അലമാരി ഇറക്കി മനുവിൻ്റെ മുറിയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചു. അവൻ്റെ മുറി പിന്നെ ആവശ്യത്തിന് വലുതായത് കൊണ്ട് തന്നെ അലമാരയൊക്കെ വെക്കാൻ നല്ല സ്ഥലവും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മനു പോകാൻ വേണ്ടി തിരക്ക് കൂട്ടാൻ തുടങ്ങി. ഈ തവണ ട്രെയിനിനാണ് പോകുന്നത്. രാത്രി 8 മണിക്കാണ് ട്രെയിൻ. 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.